എല്ലാ കൂട്ടുകാർക്കും ഇന്ദ്രാസ് ഫ്യൂച്ചർ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റീഡ് ചെയ്യാൻ പോകുന്നത് എൻ്റെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് ടാരോട്ട് എന്ത് മാർഗനിർദ്ദേശമാണ് നൽകുന്നത്. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് 7 ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് കപ്സ്, 9 ഓഫ് വാൺസ് എന്നീ കാർഡുകളാണ് നമ്മുടെ സ്പ്രെഡിലൂടെ കിട്ടിയിരിക്കുന്നത്. 7 ഓഫ് പെൻറ്റക്കിൾസ്. ഇത് ഈ കാർഡ് കൊണ്ട് കുറയ്ക്കുന്ന 7 എന്ന് വെച്ചാൽ ഒരു ചെടിക്ക് വേണ്ടി നമ്മൾ വിത്ത് പാകിയിട്ട് അത് ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നത് വളർന്ന് പന്തലിച്ച് വലിയൊരു വൃക്ഷമാവുകയും ആ വൃക്ഷത്തിൽ നിന്ന് നമുക്ക് ഫലം തരികയും അതുവഴി നമുക്ക് നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ കഴിയുകയും ചെയ്യുന്നു. അതായത് എന്താണോ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കഠിനമായിട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഫലപ്രാപ്തിയിൽ എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ കഠിനമായിട്ട്, അതായത് വരും തലമുറയിലേക്ക് ദീർഘകാല വീക്ഷണത്തോടു കൂടി നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നിങ്ങൾക്ക് പണം നഷ്ടപ്പെടാം. ഈ ഒരു എങ്ങനെയാണോ നമുക്ക് നമ്മുടെ ജീവിതം മുന്നേറുന്നതിന് വേണ്ടി പല കഷ്ടപ്പാടുകളിലൂടെയും നമ്മൾ പ്രയത്നിച്ചു കൊണ്ടേ ഇരിക്കുന്നു. ഈ മനുഷ്യൻ ഒരുപാട് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് അധ്വാനിച്ചിട്ടുള്ള ഫലം കിട്ടുന്നില്ല. ധാരാളം പ്രവർത്തനങ്ങളിലൂടെ അവൻ്റെ കരിയർ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാവിയിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പ്രയത്നിച്ചിട്ടും എത്തേണ്ടുന്ന സ്ഥലത്ത് അദ്ദേഹം എത്തപ്പെടുന്നില്ല. അടുത്ത് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഈ കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞത് ഒരു രാജാവ് 2 കപ്സ് ഇരു സൈഡിലും പിടിച്ചുകൊണ്ട് നേരെ നോക്കി ഇരിക്കുകയാണ്. ഒരു സ്ഥിരത കൈവന്നു. ഏത് സാഹചര്യത്തിലും ശാന്തനായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. നയതന്ത്രപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് കാര്യങ്ങൾ വന്നിരുന്നാലും അതിനെ ചിന്തിച്ച് ആലോചിച്ച് തീരുമാനം എടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു രാജാവ് എങ്ങനെയാണോ പ്രജകളോട് കാര്യങ്ങൾ നോക്കി കാണുന്നത്, അതുപോലെ നാമും നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാവുന്ന കാര്യങ്ങൾ, സാമ്പത്തികമായിരുന്നാലും ആരോഗ്യപരമായിരുന്നാലും മറ്റ് ബന്ധപരമായിരുന്നാലും റിലേഷൻസ് പരമായിരുന്നാലും നമ്മൾ ആലോചിച്ച് തീരുമാനങ്ങളെടുത്ത് നേർവഴിക്ക് പോകുന്നതാണ് ഈ കാർഡ് നമ്മളോട് പറയുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുന്നത് വാൺസ്, 9 ഓഫ് വാൺസ് എൻ്റെ കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു മനുഷ്യൻ കഠിനമായിട്ട് അധ്വാനിച്ചു കൊണ്ടേയിരിക്കുന്നു. അതായത് തൻ്റെ എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും അതിനെ പ്രതിരോധിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. എന്ത് ബന്ധങ്ങൾ തടസ്സങ്ങൾ എന്തൊക്കെ വന്നിരുന്നാലും കഠിനമായി പ്രയത്നിച്ച് അവൻ വീണ്ടും അതിനെ ഓവർകം ചെയ്യുന്നു, അതിനെ പ്രതിരോധിച്ച് ഒരു സ്ഥിരോത്സാഹത്തോടുകൂടി വീണ്ടും നമ്മുടെ ഒരേ യുദ്ധം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാർഡാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രതിബന്ധം വന്നാലും അതിലൊന്നും തളരാതെ സ്ഥിര ഉത്സാഹത്തോടു കൂടി, അതായത് ഇലയ്ക്കും മുള്ളിനും കേടുകൂടാതെ സ്ഥിര ഉത്സാഹത്തോടു കൂടി നമ്മൾ പ്രയത്നിക്കാനാണ് നമ്മളോട് ടാരോട്ട് പറഞ്ഞിരിക്കുന്നത്. പണം കഠിനമായി അധ്വാനിച്ചാൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടാം. പക്ഷേ അത് എന്ത് ചെയ്യുന്നു, വീണ്ടും അതിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭാവിയിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് സ്ഥിര ഉത്സാഹം, അതായത് ഒരു മടിയും കൂടാതെ വീണ്ടും നമ്മൾ ആ പ്രവൃത്തി
ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തും എന്നാണ് ഈ 3 കാർഡ് കൊണ്ടും മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.